ഞാൻ ബിൻസി ജോലി, കുടുംബമൊത്ത് ബാംഗ്ലൂരിൽ താമസിക്കുന്നു. ക്രിസ്മസിനായുള്ള ഒരുക്കങ്ങളൊക്കെ എല്ലാവരും തുടങ്ങിയോ? യേശുക്രിസ്തുവിൻ്റെ ജനനത്തെ അനുസ്മരിപ്പിക്കുന്ന ഈ വലിയ ആഘോഷത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിൻ്റെ നാളുകൾ ഏറെ സന്തോഷവും അതിലേറെ പ്രതീക്ഷകളും നൽകുന്ന നാളുകളാണ്. ഈ അവസരത്തിൽ നമ്മളുടെ എല്ലാം കുടുംബങ്ങൾക്ക് എന്നും മാതൃകയായി നിൽക്കുന്ന തിരുക്കുടുംബത്തെപ്പറ്റി ധ്യാനിക്കുന്നത് ഉചിതമാണെന്ന് തോന്നുന്നു. യേശുക്രിസ്തുവിൻ്റെ ജനനത്തോടുകൂടി തിരുക്കുടുംബവും പൂർണ്ണമാവുകയായിരുന്നു. ബാലനായ യേശു തിരുക്കുടുംബത്തിൽ എങ്ങനെയാണ് ജീവിച്ചിരുന്നതെന്ന് ബൈബിളിൽ നാം ഇപ്രകാരം വായിക്കുന്നു. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു. എന്താണ് ഈ വാക്കുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്? മാതാവിനോടും യൗസേപ്പ് പിതാവിനോടുമുള്ള അനുസരണത്തിലും വിധേയത്വത്തിലും യേശു ജീവിച്ചുവെന്നാണ് ഈ വാക്കുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. എന്തായാലും തിരുക്കുടുംബത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. ഒരുപാട് പ്രതിസന്ധികളിലൂടെ തിരുക്കുടുംബം കടന്നുപോയിട്ടുണ്ട്. എന്നാൽ ഈ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്യുവാൻ തിരുക്കുടുംബത്തെ സഹായിച്ചത് ദൈവത്തിലുള്ള വിശ്വാസവും ദൈവത്തോടുള്ള വിധേയത്വവുമായിരുന്നു. നമ്മുടെ കുടുംബങ്ങളെപ്പറ്റി നമുക്കൊന്ന് ചിന്തിക്കാം. ഓരോ ദിവസവും ഒരുപാട് പ്രതിസന്ധികളിലൂടെയും പ്രയാസങ്ങളിലൂടെയും നമ്മുടെ കുടുംബങ്ങൾ കടന്നു പോകുന്നുണ്ട്. തിരുക്കുടുംബം തരുന്ന ഏറ്റവും വലിയ സന്ദേശം ഇതാണ്: ഏത് പ്രതിസന്ധിയിലും തളരാതെ ദൈവത്തിൽ ആശ്രയിച്ച് സധൈര്യം മുന്നേറുക എന്നത്. നമ്മുടെ കുടുംബങ്ങളിൽ എന്നും സന്തോഷവും സമാധാനവും ഉണ്ടാകണമെന്ന് നാം ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ സന്തോഷവും സമാധാനവും ഒക്കെ നമ്മുടെ കുടുംബങ്ങളിൽ ആകസ്മികമായി ഉണ്ടാകുന്ന ഒന്നല്ല. കുടുംബത്തിലെ ഓരോ അംഗവും വ്യക്തി താല്പര്യങ്ങൾ ഉപേക്ഷിച്ച് പരസ്പര ധാരണയിലും പരസ്പര വിധേയത്വത്തിലും ബഹുമാനത്തിലും ജീവിക്കുമ്പോൾ സന്തോഷവും സമാധാനവും ഒക്കെ നമ്മളുടെ കുടുംബങ്ങളിൽ താനെ വന്നു ചേരും. ക്രിസ്മസിൻ്റെ ഈ ആഘോഷവേളയിൽ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവവിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് സന്തോഷത്തിലും സമാധാനത്തിലും നമ്മുടെ കുടുംബങ്ങളിൽ ജീവിക്കുവാനായിട്ട് നമ്മുടെ കുടുംബങ്ങളിൽ തിരുക്കുടുംബം പോലെ വളർത്തിയെടുക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കാം. എല്ലാവർക്കും സന്തോഷവും സ്നേഹവും സമാധാനവും നിറഞ്ഞ നല്ലൊരു ക്രിസ്മസ് ആശംസിക്കുന്നു. താങ്ക് യു.